ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം തവണയുള്ള അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ലോക രാഷ്ട്രീയത്തിൽ ഒരു വലിയ വഴിത്തിരിവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ ആഘാതം നേരിടുന്നത് ജപ്പാനാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ ആണവ സംരക്ഷണ വലയത്തെ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിച്ച ഒരു രാജ്യം ഇന്ന് തങ്ങളുടെ സുരക്ഷാ നയങ്ങളെക്കുറിച്ച് ഒരു പ്ലാൻ ബി ആവശ്യമുണ്ടെന്ന് ഗൗരവമായി ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ നിർണായക മാറ്റത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകളും പുറത്തുവിട്ടിട്ടുണ്ട്. ജപ്പാൻ പോലുള്ള ഒരു രാജ്യം അതിന്റെ ചരിത്രപരമായ നിലപാടുകൾക്ക് വിരുദ്ധമായി സ്വന്തം പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സംരക്ഷണത്തിൽ ജപ്പാൻ സൈനികമായ ഒരു പരിമിതമായ ശക്തിയായിട്ടാണ് നിലനിന്നിരുന്നത്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ, ചൈന തുടങ്ങിയ ശക്തികളിൽ നിന്ന് ജപ്പാന് സുരക്ഷ ഉറപ്പ് നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു. ജപ്പാൻ തങ്ങളുടെ പ്രതിരോധ ചെലവുകൾ പരിമിതപ്പെടുത്തുകയും സാമ്പത്തിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഇത് ജപ്പാന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന് വലിയ സംഭാവനയും നൽകി. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ഈ പരമ്പരാഗത ബന്ധങ്ങളെ ചോദ്യം ചെയ്യുന്നു. ട്രംപിന്റെ നയം അനുസരിച്ച് അമേരിക്കയുടെ വിദേശ നയങ്ങൾ അവരുടെ സ്വന്തം താല്പര്യങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. സഖ്യകക്ഷികൾക്ക് സംരക്ഷണം നൽകുന്നത് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് കോട്ടം വരുത്തുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ട്രംപിന്റെ ഈ പ്രവണത യഥാർത്ഥ യുദ്ധ സാഹചര്യത്തിൽ അമേരിക്കയുടെ പിന്തുണ എത്രത്തോളം ലഭ്യമാക്കും എന്നതിലുള്ള സംശയം ജപ്പാനിൽ വർദ്ധിപ്പിച്ചു. റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണ ലഭിക്കുന്നതിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ഇതെല്ലാം ജപ്പാനെ പോലുള്ള സഖ്യകക്ഷികളെ സ്വന്തം പ്രതിരോധ കാര്യങ്ങളിൽ കൂടുതൽ മുൻകരുതൽ എടുക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ്. ജപ്പാന്റെ മുൻ പ്രതിരോധ ഉപമന്ത്രിയായിട്ടുള്ള റൂയി മത്സുക്കവയെ പോലുള്ള നേതാക്കൾ പരസ്യമായി തന്നെ ജപ്പാൻ ഒരു പ്ലാൻ ബി ആവശ്യമാണെന്ന് വാദിക്കുന്നു. ഈ പ്ലാൻ ബിയിൽ സ്വന്തമായി ആണവായുധ ശേഷി നേടുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ ഉൾപ്പെടുന്നുണ്ട് എന്നതും ഏറെ ശ്രദ്ധേയമാണ്.